ഹായ് സ്റ്റുഡൻസ്, ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ് ബൈ ഡിഫ്യൂഷൻ മെത്തേഡ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റക്ഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഐസോടോപ്സ് യൂസിങ് ആസ്റ്റൺസ് മാസ് സ്പെക്ട്രോഗ്രാഫ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ഇനി നമുക്ക് സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ് ആണ് ബൈ ഡിഫ്യൂഷൻ മെത്തേഡ്സ്. 2 ടൈപ്പ് ഡിഫ്യൂഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ് ദ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ്, സെക്കൻഡ് വണ് ദ തേർമൽ ഡിഫ്യൂഷൻ മെത്തേഡ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല പ്രാവശ്യം എക്സാംസിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ആദ്യം നമുക്ക് ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. According to Graham's law of diffusion, the rate of diffusion of a gas is inversely proportional to the square root of its density. അതായത് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ അനുസരിച്ചിട്ട് ഡിഫ്യൂഷൻ റേറ്റ്, ഒരു ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റിൻ്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാൻ പറ്റും? ആർ, അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ പ്രൊപ്പോർഷണൽ ടു 1/√d. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് നമ്മൾ 1/√d എന്ന് എഴുതുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റിയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ നമുക്കറിയാം ഡെൻസിറ്റിയും മാസും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെൻസിറ്റിയെ മാറ്റിയിട്ട് അവിടെ മാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. So density of a gas is directly related to its molecular mass m. So we can write rate of diffusion directly proportional to the 1/√m. അല്ലെങ്കിൽ rate of diffusion is inversely proportional to the square root of molecular mass m. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അതായത് മോളിക്കുലാർ മാസ് കൂടുമ്പം റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറയും, മോളിക്കുലാർ മാസ് കുറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് കൂടുമ്പം റേറ്റ് കൂടും, രണ്ടും ഒരേ രീതിയിലായിരിക്കും. പക്ഷേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുമ്പം മറ്റേത് കുറയാണ് ചെയ്യുന്നത്. This means that a lighter gas would diffuse more quickly through a porous barrier than a heavier gas. This principle is made use of in the gaseous diffusion method of separating isotopes. So gaseous diffusion methodന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ a lighter gas would diffuse more quickly through a porous barrier than a heavier gas. ഒരു ഹെവിയർ ഗ്യാസിനേക്കാളും മോർ ക്വിക്ക്ലി, വളരെ സ്പീഡിൽ എന്തിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും? ലൈറ്റർ ഗ്യാസിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. When a gaseous mixture of 2 isotopes of an element is allowed to diffuse through a porous barrier into an evacuated chamber. ഇവിടെ നമ്മൾ ഐസോടോപ്പിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഐസോടോപ്സിൻ്റെ 2 ഐസോടോപ്സിൻ്റെ ഒരു ഗ്യാഷ്യസ് മിക്സ്ചർ എടുത്തു. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും, അല്ലേ? മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്, അതായത് ഒന്ന് ഹെവിയറും ഒന്ന് ലൈറ്ററും ആയിരിക്കും, ഒന്ന് കൂടുതലും ഒന്ന് കുറഞ്ഞതും ആയിരിക്കുമല്ലോ. എന്തായാലും 2 ഡിഫറെൻറ്റ് ഐസോടോപ്സ് നമ്മൾ എടുക്കുകയാണ്. ഈ ഐസോടോപ്സിൻ്റെ ഗ്യാഷ്യസ് മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോറസ് ബാരിയറിലൂടെ ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലേക്ക് ഡിഫ്യൂസ് ചെയ്യിപ്പിക്കുക. The molecules of the lighter isotope diffuse more rapidly than those of the heavier one. എന്ത് സംഭവിക്കും? ലൈറ്റർ ആയിട്ടുള്ള മോളിക്യൂൾ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും, ഹെവിയർ ആയിട്ടുള്ളത് അവിടെ സ്ലോ ആയിട്ട് അവിടെ തന്നെ നിൽക്കും. ബൈ എഫക്റ്റിംഗ് പാർഷ്യൽ സെപ്പറേഷൻ, അവിടെ ഒരു സെപ്പറേഷൻ വരും, അല്ലേ? ലൈറ്റർ ആയിട്ടുള്ളത് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും, ഹെവിയർ ആയിട്ടുള്ളത് ഡിഫ്യൂസ് അങ്ങനെ ചെയ്യില്ല, അപ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ വരും. കംപ്ലീറ്റ് സെപ്പറേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് എ കാസ്കാഡേ സിസ്റ്റം. കാസ്കാഡേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സീരീസ് ഓഫ് സക്സസീവ് ഡിഫ്യൂഷൻ സ്റ്റേജസ് വിച്ച് ഓൾസോ ഇൻകോർപ്പറേറ്റ്സ് റീസൈക്ലിംഗ്. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അതായത് ആദ്യം നമ്മളൊരു പോറസ് ബാരിയറിലൂടെ ഡിഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ ലൈറ്റ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യും, ഹെവിയർ അവിടെ റിമെയിൻ ചെയ്യും. പക്ഷേ
അതിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റർ ഡിഫ്യൂസ് ചെയ്യില്ല. അപ്പം ഈ ഒരു സ്റ്റേജ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, പല പോറസ് ബാരിയറിലൂടെയും ഡിഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കംപ്ലീറ്റ് സെപ്പറേഷൻ നടക്കുന്നുള്ളൂ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ത്, കാസ്കാഡെ സിസ്റ്റം എന്ന് പറയുന്നത്. ഹിയർ ഓൺലി 1/2 ഓഫ് ദ diffusate at any stage is allowed to pass along the next stage, the other half being returned to the previous stage. സോ പാസ് ചെയ്യുന്നത് എന്തായിരിക്കും, ലൈറ്റർ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആയിരിക്കും. എന്നാൽ പ്രീവിയസ് സ്റ്റേജിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് ഹെവിയർ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആയിരിക്കും. ഈച്ച് ഡിഫ്യൂസേറ്റ് ദസ് ഗെറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് ദി ലൈറ്റർ ഐസോട്ടോപ്പ്. ഡിഫ്യൂസേറ്റ് എന്ന് വെച്ചാൽ ആ ഡിഫ്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതിൽ കൂടുതലും എന്തായിരിക്കും, ലൈറ്റർ ഐസോട്ടോപ്പ് ആയിരിക്കും. ലൈറ്റർ ആണല്ലോ വേഗത്തിൽ ഡിഫ്യൂസ് ചെയ്യുന്നത്. ദി ഗ്യാസ് വിച്ച് ഇവഞ്ച്വലി എമർജസ് ഔട്ട് ഓഫ് ദി ഫൈനൽ ബാരിയർ വിൽ ബി ദ ലൈറ്റർ ഐസോട്ടോപ്പ്. ലാസ്റ്റ് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതായിരിക്കും, ലൈറ്റർ ഐസോട്ടോപ്പ് ആയിരിക്കും. വൈൽ ദ ഹെവിയർ ഐസോട്ടോപ്പ് അക്യുമുലേറ്റ്സ് അറ്റ് ദി അതർ എൻഡ്. മറ്റേ എൻഡിൽ ഏതായിരിക്കും, ഹെവിയർ ഐസോട്ടോപ്പ് ആയിരിക്കും. ഈ ഫിഗർ എന്ന് പറയുന്നത് കാസ്കാഡെ സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ്. കുറേ സ്റ്റേജസിലൂടെ ഡിഫ്യൂഷന് നടക്കുന്നത്. ലാസ്റ്റ് എമേർജ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്യാസ് എൻറിച്ച്ഡ് ഇൻ ലൈറ്റർ ഐസോട്ടോപ്പ്. Successful separations of the isotopes of neon and hydrogen were achieved by Hertz by using a 50-stage system. നിയോണിൻ്റെ ഐസോട്ടോപ്പിൻ്റെ സെപ്പറേഷനും അതേപോലെ ഹൈഡ്രജൻ ഐസോട്ടോപ്സിൻ്റെ സെപ്പറേഷനും 50 സ്റ്റേജ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് സക്സസ്ഫുള്ളായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 50 സ്റ്റേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 50 സ്റ്റേജിൽ ഡിഫ്യൂഷൻ നടന്നിട്ടുണ്ട്. The method has since been applied successfully to several other gaseous elements like nitrogen, chlorine, etc. The method can be applied to separate isotopes of solid elements too. സോളിഡിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് കണ്ടീഷൻ, ദേ ആർ ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ദെയർ വോളറ്റൈൽ കോമ്പൗണ്ട്. അതിനൊരു എക്സാമ്പിളാണ് സെപ്പറേറ്റിംഗ് യുറേനിയം 235 ഫ്രം യുറേനിയം 238. സോളിഡ് എലമെൻ്റ് ആണ്, അതിനെ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറ്റണം. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യുറേനിയം ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു വോളറ്റൈൽ UF6. അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 329 Kelvin. Then the gaseous diffusion technique applied above 329 Kelvin in a cascade of about 4000 diffusion stages. ഇപ്പോൾ ഇവിടെ എത്ര ഡിഫ്യൂഷൻ സ്റ്റേജസ് യൂസ് ചെയ്തത്, 4000 ഡിഫ്യൂഷൻ സ്റ്റേജസ്. സോ ഇത്രയുമാണ് ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡുമായി ഐസോട്ടോപ്പ് സെപ്പറേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്.